Hello, welcome back to Krishmachan's Auto Vlog. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി ദ ഫീച്ചർ റിച്ച് വെഹിക്കിൾ ആണ്. ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ യൂസർ റിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മഹേന്ദ്രയുടെ തന്നെ B6E. സോ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ഈ വണ്ടിയുടെ പ്രൗഡ് ഓണറിനെ തന്നെയാണ്. വെൽക്കം യു സർ. വെൽക്കം ടു Krishmachan's Auto Vlog. Thank you. Your good name please? Manu George, Manu Miracle George. Okay, so what you do? I'm a machinery manufacturer. Okay, great. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു യു സർ. കാരണം നമുക്ക് മഹേന്ദ്രയുടെ ഒരു ഫീച്ചർ റിച്ച് വെഹിക്കിൾ അതും B6E സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യം തന്നെ ചോദിക്കുന്നത്, നമ്മൾ ഈ വണ്ടി എവിടെ നിന്നാണ് എടുക്കുന്നത്? ഞാൻ CBC മഹേന്ദ്ര ട്രിവാൻഡ്രം. നമുക്ക് ആക്ച്വലി നമ്മൾ കോട്ടയത്ത്, കാരണം സാർ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം മുട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ എന്നിട്ട് പോലും സാർ എന്തുകൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് പോയി എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവൈലബിലിറ്റി. കോട്ടയത്ത് ഹൊറൈസൺ മോട്ടോഴ്സിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് അവൈലബിൾ അല്ലായിരുന്നു. ഓക്കെ, ഈ പർട്ടിക്കുലർ മോഡൽസ് അവൈലബിൾ അല്ലായിരുന്നു. ഓക്കെ. പിന്നെ സെക്കൻഡ് റീസൺ, അത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഡീലർഷിപ്പാണ്. ഓ, അങ്ങനെയും കൂടെ ഒരു ആഡ് ഓൺ ഉണ്ട്. ഓക്കെ. എൻ്റെ ഒരു അളിയൻ്റെ ഡീലർഷിപ്പാണ്. ഓക്കെ സാർ, എന്നാണ് ഏകദേശം എത്ര നാളായിട്ടുണ്ട് വണ്ടി സ്വന്തമാക്കിയിട്ട്? മാർച്ച് 24th. മാർച്ച് 24th ഡെലിവറി കിട്ടി. ഓക്കെ. ഐ വാസ് ദ ഫസ്റ്റ് വൺ ഹു ബുക്ക്ഡ് ആൻഡ് ആദ്യമേ തന്നെ ബുക്ക് ചെയ്തു. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി. ദിസ് ഈസ് ദ വെരി ഫസ്റ്റ് വെഹിക്കിൾ കെയിം ടു കേരള. ഓ, ഡെലിവേർഡ്. ഓക്കെ. ഓക്കെ, ഡെലിവറി മീൻസ് ബാക്കി എല്ലാവരും ഡെലിവറി പ്ലാൻ ചെയ്തപ്പോഴേ ഞങ്ങൾക്ക് ഡെലിവറി കിട്ടി. ഗ്രേറ്റ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ നമ്പർ 1 സ്പോട്ട് ചെയ്യുന്ന ഒരു വണ്ടിയും കൂടെയാണ്. കാരണം പല വണ്ടി ഡെലിവർ ആയെങ്കിൽ പോലും നമുക്ക് സാറിന് തന്നെ നേരത്തെ ബുക്ക് ചെയ്ത് വണ്ടി ഡെലിവറായി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടെ സാറിന് ഉറപ്പായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും. സാർ, എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ? 6,700 കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഈവൻ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എവിടെയൊക്കെയാണ് ഈ വണ്ടി പോയിരിക്കുന്നത് എന്നുള്ളത്? The very first day on 24th night we drove to Nagarcoil. Okay. Coimbatore to Ice. Thereafter I took Nagpur. Okay. Local. പിന്നെ ട്രിവാൻഡ്രം പോയി. ഓക്കെ. ട്രിവാൻഡ്രം ലോക്കൽ ഡ്രൈവ്സ്. സാർ, അത് സെൽഫ് ഡ്രൈവ് ചെയ്ത് തന്നെയാണോ പോകുന്നത്? സെൽഫ് ഡ്രൈവ് 90% സെൽഫ് ഡ്രൈവ്. പിന്നെ എൻ്റെ വൈഫും ഓടിക്കും, അവളും ഇടയ്ക്ക് ഓടിക്കും. ഓക്കെ, ഗ്രേറ്റ്. വണ്ടി എത്ര ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് ഫീൽ, അല്ലെങ്കിൽ ആ ഒരു എന്തൂസിയാസ്റ്റിക് ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. ഒരു B6E നമ്മുടെ കയ്യിൽ കിട്ടുന്നു, ഫീച്ചർ റിച്ച് വെഹിക്കിളാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, ആ ഡ്രൈവിനെ കുറിച്ചും? ഐ എം യൂസ്ഡ് ടു ദിസ് EV കൾച്ചർ. ഓക്കെ. എനിക്ക് ടിയാഗോ, നെക്സൺ, കർവ് എല്ലാ വണ്ടിയും നമ്മൾ ഓൾറെഡി ട്രൈഡ് ആൻഡ് യൂസ്ഡ് ആണ്. ആൻഡ് അതർ ദാൻ EVs അല്ലേ? അതർ ദാൻ EVs എനിക്ക് ക്രിസ്റ്റ, പ്രാഡോ എന്ന് പറയുന്ന എല്ലാ ഹൈ എൻഡ് വെഹിക്കിൾസും ആണ് എൻ്റെ ഡ്രൈവിംഗ്. ഓക്കെ. അതെല്ലാം സെറ്റ് പാർട്ട് ഈ വണ്ടിയിൽ വന്നപ്പോഴാണ് ആ ഡ്രൈവും ത്രോയും മാക്സിമം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീഷൻ ഉണ്ട്. ഓക്കെ. കംപ്ലീഷൻ ഇൻ ദ സെൻസ് ഒരു ഡ്രൈവ് ഡൈനാമിക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. വെൻ വി പുഷ് എ കാർ, ഓക്കെ, ഐ വിൽ ടേക്ക് എ കേസ് ഓഫ് Nexon, since it's a front wheel drive car, okay, pushes, but traction sometimes it loses traction because there is no engine in front. Yes. There is no weight in front. Okay. So wheel traction കിട്ടിയില്ലെങ്കിൽ the vehicle when you push normal ഡ്രൈവിലല്ല, നമ്മളിപ്പോൾ ഒരു റേസ് മോഡിലോ സ്പോർട്സ് മോഡിലോട്ട് നമ്മളൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ sometimes it moves right side, sometimes it goes to left side. So we have to drive the car എന്നുള്ളതാണ് ആ ഒരു ഡ്രൈവ് എന്തൂസിയാസം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. ഹൈ സ്പീഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ we have to drive the car. The vehicle will not be driven. But in the case of a BE, the first and foremost feature I loved is the real wheel drivetrain. And the weight, center of gravity, the weight and the arrangement, it is being done. Yes. So what it gives me the confidence to push the car. Okay. ഏത് ലെവലിൽ പുഷ് ചെയ്താലും വണ്ടി വെൽ കമ്പോസ്. നമ്മൾ സ്റ്റിയറിംഗ് ഫീഡ്ബാക്കും കാര്യങ്ങളും ഇന്ന് വരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളെക്കാട്ടിലും സ്റ്റേബിളാണ്. അതെ, കയ്യിലൊതുങ്ങും. 4-5 പേര് ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ? സസ്പെൻഷൻ എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? കംഫർട്ട് എങ്ങനെയുണ്ട്? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഫ്രണ്ട് സീറ്റ് കംഫർട്ട് എക്സലൻ്റ് ആണ്. ഓക്കെ. ബാക്ക് സീറ്റ് സ്പേസ് ഇസ് എക്സലൻറ്റ്, ബട്ട് ദ സീറ്റിംഗ് ആൻഡ് സീറ്റിംഗ് ആംഗിൾ നോട്ട് അപ് ടു ദ മാർക്ക്. എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ആ ഒരു ലെവലിലില്ല. ഇതിൻ്റെ ഹയർ വേരിയൻറ്റ് EV9 അതിൽ ബാക്ക് സീറ്റ് കംഫർട്ട് ഗുഡ്. ഇതിൽ ബാക്ക് സീറ്റ്
not too good. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അറിവിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് BE6E ഉണ്ട്, അതുപോലെ BE9E ഉണ്ട്. അപ്പോൾ ഇത് അവൈലബിൾ ആണോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനെക്കുറിച്ച് സാർ സ്റ്റഡി ചെയ്തിരുന്നു? വ്യത്യാസം ഇൻറ്റീരിയർ സ്പേസ് ആൻഡ് ഇൻറ്റീരിയർ കംഫോർട്ടിലെ എക്സ്പീരിയൻസ് ചെയ്തതിൽ വ്യത്യാസമുള്ളൂ. ഓക്കെ. ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ, ബട്ട് ദ സീറ്റ്സ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ. സീറ്റ്സും അതിൻ്റെ കംഫോർട്ടും ഓക്കെ അതിൻ്റെ പൊസിഷനിങ്ങും ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടെ കംഫോർട്ട് ഫീൽ ഗുഡ് ഫാക്ടർ 9ക്കാണ് നല്ലത്. ഞാൻ B6 ചൂസ് ചെയ്യാൻ പ്രൈമറി റീസൺ ദ ഇൻറ്റീരിയർ കളർ. I need a pure white color. Okay. With kids, I cannot manage a 9E because they will paste something on the white sheet. I cannot tolerate that. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ 9E ഉപേക്ഷിച്ചത്. സ്പേസും കംഫോർട്ടും ഫീച്ചർ റിച്ച് 9E ആണ്. ഓക്കെ. But this feels like a race car. That feels like a executive car. Great. ഇതിൻ്റെ കോക്പിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ, ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ഇൻ സച്ച് എ വേ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ റേസ് കാർ ആൻഡ് ഇറ്റ് ഡ്രൈവ്സ് ലൈക്ക് എ റേസ് കാർ ഓർ എ സ്പോർട്സ് കാർ, നോട്ട് എ റേസ് കാർ. ഐ ഷുഡ് റീഫ്രേസ് ഇറ്റ്, എ സ്പോർട്സ് കാർ. ആ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് ഭയങ്കരമായിട്ട് എയർക്രാഫ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള അല്ലേ ഒരു ഇൻറ്റീരിയർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ബിഫോർ ദാറ്റ് നമുക്ക് ഈ വണ്ടിയുടെ ഒരു മൊത്തം എക്സ്റ്റീരിയറിലെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കളറിനെ കുറിച്ച് ചോദിക്കാം. കാരണം ഗോൾഡൻ കളർ, അപ്പോൾ സാറിൻ്റെ മനസ്സിലുള്ള കളർ ഏതായിരുന്നു? അത് തന്നെ കിട്ടിയത് അത് തന്നെയായിരുന്നു. ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഡെലിവറി കിട്ടിയിട്ടുണ്ട്? മോർ ദാൻ 45 days. ഇത്രയും ദിവസം എടുത്തു. എന്ന് പറഞ്ഞാൽ വണ്ടി വന്നതിന് ശേഷവും മഹീന്ദ്ര ടുക്ക് ലോട്ട് ഓഫ് ടൈം ടു അപ്ഡേറ്റിംഗ്. ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കാണുന്നത്. ടിപ്പ് ഓഫ് അല്ലേ, ഫിംഗർ വെച്ചിട്ട് നമുക്ക് തുറക്കാം. ഫ്രണ്ട് സ്പേസ് ആണ്, നമുക്കിവിടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആണ്. നമ്മൾ വിചാരിക്കും ഇതൊരു എൻജിൻ പോർഷൻ ആണെന്നൊക്കെ നമ്മൾ കരുതുക, പക്ഷേ ഇതാണ് ഫ്രണ്ട് സ്പേസ്. നമുക്കിവിടെ സാധനങ്ങളൊക്കെ വെക്കാം. അടിപൊളി. ഇതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ പ്രൂഫ് ഏരിയയാണ്. ഓക്കെ. ഇതിൻ്റെ അകത്ത് വെള്ളം കയറില്ല, ഇതിൻ്റെ അകത്ത് വെള്ളം തുളുമ്പുമില്ല. നമുക്ക് ഐസ് വെച്ചാൽ പോലും അത് ഐസായിട്ട് തന്നെ ഇതിനകത്ത് ഇരിക്കും അല്ലേ? ഇപ്പോൾ നമുക്ക് ഇത്തിരി അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചില്ല് ചെയ്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു ഫ്യൂ ഹവേഴ്സ് ഇതിനകത്ത് ഇരിക്കും. വെള്ളം ലീക്കും ആവില്ല. വെള്ളം ലീക്ക് ആവാതെ ഇപ്പം എന്താ പറയുക, വെള്ളം കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് പുൾ ഔട്ട് ചെയ്ത് വെള്ളം കളയുകയും ചെയ്യാം. വെള്ളം പുറത്തും പോവുകയില്ല. അപ്പോൾ നമ്മുടെ ഈ വണ്ടി ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞാൻ വണ്ടിയുടെ കോൺസെപ്റ്റ് കാർ കാണുമായിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് കാറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഭയങ്കര സൂപ്പർ ഡിസൈൻ, ആ ഒരു രക്ഷയില്ല വ്യൂവില്. പിന്നെ മാത്രമല്ല എയറോഡൈനാമിക്സ് എക്സലൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട്. സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു എയറോഡൈനാമിക് ഫീലും? അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 200 above ആണ്, എനിക്ക് 207 ആണ് അല്ലേ? അപ്പോൾ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി സാർ എപ്പോഴേലും ഒരു ഹൈ റേഞ്ച് സ്ഥലത്തിലേക്ക് എല്ലാം പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇപ്പോൾ ഞാൻ ഇതുമായിട്ട് ഏറ്റവും എക്സ്ട്രീം എൻവയോൺമെൻറ്റിൽ പോയിരിക്കുന്നത് നമ്മുടെ തോട്ടത്തിലാണ്. ഓക്കെ. റോക്കിലൂടെ ഇത് വളരെ സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്തു പോകും, മീൻസ് എങ്ങും തട്ടില്ല. ശരി. ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അണ്ടർ ദ ബോഡി മീൻസ് ബോട്ടം ലൈൻ കംപ്ലീറ്റ് ഫ്ലാറ്റാണ്. നമ്മൾ പൊക്കി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ഫ്ലാറ്റാണ്. ആൻഡ് വീലിലാണേലും അപ് ടു ഒരു വീലിൻ്റെ പ്രോക്സിമിറ്റി തൊട്ടടുത്ത് ഒരു സാധനവും തട്ടാവുന്ന രീതിക്ക് അല്ല. നമുക്ക് ഏതൊരു ടെറൈനിലും ധൈര്യമായിട്ട് കൊണ്ടുപോകാവുന്ന രീതിക്കാണ് B6 ചെയ്തിരിക്കുന്നത്. പക്ഷേ B9 ഇച്ചിരി ഈ ഫ്രണ്ടിലൊരു ഇച്ചിരി ആംഗിളിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ ചെറിയ ഡിഫറൻസസേ ഉള്ളൂ കേട്ടോ. വലിയ ഹ്യൂജ് ഒന്നുമല്ല. പക്ഷേ ഇതിൽ ഏതൊരു റോഡിലും ധൈര്യമായിട്ട് കൊണ്ടാകാവുന്ന 6E ആണ്. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ എങ്ങനെ ലുക്ക് വൈസ് സാർ ഭയങ്കര ഇംപ്രസ്? വെരി ഹാപ്പി. ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു ആങ്സൈറ്റിയാണ് റേഞ്ച് ആങ്സൈറ്റി. അതുപോലെ തന്നെ വേറൊരു കൺസേൺ ആണ് ബാറ്ററി. കാരണം ഇവർ ഉപയോഗിക്കുന്ന ബ്ലേഡ് ബാറ്ററി ആണോ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആണോ, ഇങ്ങനെ കുറേ കൺഫ്യൂസ്ഡ് ആണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഇലക്ട്രിക് വണ്ടി എടുക്കാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ റേഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 683 കിലോമീറ്റർ ആണ് ഈ വണ്ടിയുടെ റേഞ്ച് വരുന്നത്. സാറിന് അത് എത്രത്തോളം റിയൽ റേഞ്ച് എത്ര കിട്ടും?
കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള എനിക്കൊരു മാക്സിമം പോസിബിൾ ആയിരിക്കുന്നത് സേപോലെ ഈ ഒരു 6000 കിലോമീറ്റർ ക്ലോക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് മാക്സിമം പോസിബിൾ ആയിരിക്കുന്ന ഒരു 550 കിലോമീറ്റേഴ്സ് പോസിബിളാണ്. ഓക്കെ, ഐ എം നോട്ട് സേയിങ് ദാറ്റ് 550 എല്ലാവർക്കും എപ്പോഴും കിട്ടുമെന്നല്ല. ബട്ട് ദർ ഈസ് എ ക്യാച്ച് ഓൺ ദാറ്റ്. ഇതിൻ്റെ അകത്ത് ഈ വണ്ടിയിൽ മഹീന്ദ്ര ഹാഡ് പ്രൊവൈഡഡ് എ പവർ സേവിങ് മോഡ്. ഇൻ ബാറ്ററി ഒരു പവർ സേവിങ് മോഡുണ്ട്. ആ മോഡ് ഇട്ട് ഹൈവേസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ I had experience above 500. Any Tom, Dick and Harry and even a new driver can drive above 500 using the power saving mode. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതിൻ്റെ അതെന്ന് പറഞ്ഞാൽ എബോവ് 90 പോവുകയില്ല വണ്ടി. വളരെ ലീനിയർ ആക്സലറേഷൻ ആണ്. സോ ഇൻ കേസ് ഇഫ് യു ആർ വെരി വറീഡ്, ഇഫ് യു ഹാവ് എൻ ആങ്സൈറ്റി ഓഫ് റേഞ്ച്, ദർ ഈസ് എൻ ഓപ്ഷൻ ഇൻ ദിസ് കാർ. ബട്ട് വണ്ടിയുടെ ഫുൾ ഫൺ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്താൽ ഈ 500 ഒന്നും കിട്ടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനെയും ഞാൻ ഓടിച്ചിട്ടുണ്ട്. അത് എത്ര കിട്ടിയിട്ടുണ്ട്? അത് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഡെലിവറി കിട്ടുന്നത് 89% എനിക്ക് വണ്ടി ഡെലിവറി കിട്ടുന്നത്. ദ വെരി സെയിം ഡേ ഐ ജസ്റ്റ് പുഷ് ടു നാഗർകോവിൽ. ട്രിവാൻഡ്രം നാഗർകോവിൽ റോഡ് നല്ല പുതിയ പണിത് കുറേ സ്ട്രെച്ച് ഹൈവേ ഉണ്ട്. എബോവ് 200 ഒക്കെ ക്ലോക്ക് ചെയ്ത് നല്ല പുഷ് ചെയ്ത് തിരിച്ച് വീട്ടിൽ നാഗർകോവിലെല്ലാം കറങ്ങി തിരിച്ച് വീട്ടിലിവിടെ കോട്ടയത്ത് എത്തിയപ്പോൾ മുട്ടിയറയിൽ എത്തിയപ്പോൾ ലാസ്റ്റ് 3%ലാണ് വരുന്നത്. ഞാൻ ചാർജ് ചെയ്തില്ല. കുഴപ്പമില്ല, ഇന്ന് പോയാൽ ഇന്ന് പോകട്ടെ, കാര്യം എൻ്റെ കൂടെ വേറെ കമ്പാനിയൻ വണ്ടി ഉണ്ടാവുന്നുണ്ട്. ലാസ്റ്റ് 3% വീട്ടിലെത്തി. ഇറ്റ് ക്ലോക്ക്ഡ് 366 ടു മീൻസ് ഇൻ 86% പവർ കൺസപ്ഷനിൽ 366 ഓർ 380 ഓടിയിട്ടുണ്ടാവും. 380 kilometers in 86%. മാക്സിമം പുഷ് ചെയ്ത് വെരി ഫസ്റ്റ് ഡേ എൻജോയ് ചെയ്ത് ഓടിച്ചതാണ്. വണ്ടിയുടെ ത്രില്ല് മാക്സിമം എൻജോയ് ചെയ്ത് ഓടിച്ചിട്ടും അപ് ടു 380 കിട്ടി. 380 അല്ല, അത് 100% ചാർജ് ഉണ്ടായിരുന്നു. വണ്ടി 89% ചാർജിലാണ് കിട്ടുന്നത്. 100% ചാർജ് ഉണ്ടായിരുന്നത് ഇറ്റ് മൈറ്റ് ഹാവ് ക്ലോക്ക്ഡ് 400. ഈ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് ബാറ്ററിയെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ബാറ്ററിയെ കുറിച്ച് എന്താണ് പറയുന്നത്? ബാറ്ററി ഇത് BYDയുടെ ബ്ലേഡ് ബാറ്ററി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടിൽ ദ ലാസ്റ്റ് ബിറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം. പ്ലസ് ഇതിൻ്റെ അകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് BYD മാനുഫാക്ചർ പറയുന്നത് പ്രകാരം ഞാൻ മനസ്സിലാക്കിയത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഫാസ്റ്റ് ചാർജ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം, പോസിബിൾ ഇൻ ദിസ് കാർ. മറ്റേ ഇപ്പോൾ ഒരു നെക്സൺ അല്ല, ഇപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ വിൻസർ ഓർ എൻ MG കാർ, after every 4 recharge DC charge you should do an AC charge. On a all India trip is it possible? ഒരു 3000 kilometer round trip അല്ലെ 4000 kilometer round trip it is not possible. അപ്പം MG they are AC car വാറണ്ടി ഒക്കെ പറഞ്ഞെങ്കിലും they are putting a condition there. They are saying they'll give you an unlimited warranty if you use it as a city car. If you're using as your primary car, we will not give you an unlimited warranty. What does that mean? I don't know. അതെ. അപ്പം ഈ വണ്ടിയുടെ വാറണ്ടിയെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്ററാണ്. ഈ 2 ലക്ഷം അതൊരു കുറവായി തോന്നിയോ? കാരണം 10 വർഷം വരെ കറക്ഷൻ ഞാൻ പറഞ്ഞോട്ടെ. 10 കൊല്ലം 2 ലക്ഷം കിലോമീറ്ററും ഫോർ ദ സെക്കൻഡ് ഓണർ. ഫോർ ദ ഫസ്റ്റ് ഓണർ ദേ ആർ ഗിവിങ് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ആൻഡ് ഈവൻ 15 years എന്നാണ് വെർബലിയും ഡോക്യുമെൻറ്റിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഫോർ ദ ഫസ്റ്റ് ഓണർ. ഇഫ് ഐ ഹാൻഡ് ഓവർ ടു ദ സെക്കൻഡ് ഓണർ, ദിസ് വാറണ്ടി കണ്ടീഷൻ ചേഞ്ച് ടു 2 lakh and 10 years. അങ്ങനെയാണ്. ഫസ്റ്റ് ഓണറിന് അൺലിമിറ്റഡ് ആണ്. അതിൻ്റെ അകത്ത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയോടത്തോളം മാക്സിമം ഈ BYDയുടെ ബാറ്ററി പോസിബിൾ ആവുന്നത്, ഇത് കുറച്ചുകൂടി വെരിഫൈ ചെയ്യണം. ഞാൻ ഡോക്യുമെൻറ്റ്സിൽ ഈ ആർട്ടിക്കിൾസിൽ വായിച്ച് ഓൺലൈനിൽ കണ്ട വെച്ച് അപ് ടു 15,000 സൈക്കിൾ അല്ലെങ്കിൽ 70% ഓഫ് ബാറ്ററി സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് വരെ ബാറ്ററി സ്റ്റാൻഡ് ചെയ്യും. ഒരു വണ്ടി നിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ എൻ്റെ നെക്സൺ ക്ലോക്ക് എബോവ് 125 1,25,000 ഓൾറെഡി ക്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും 250 കിലോമീറ്റർ എടുത്തപ്പോഴും 250 കിലോമീറ്റർ മൈലേജ് ഉണ്ടായിരുന്നു. ഇന്നും 250 കിലോമീറ്റർ മൈലേജ്. ഈ ടെക്നോളജി LFT ബാറ്ററി
പറയുന്ന ആ ടെക്നോളജിയിലുള്ള ബാറ്ററിക്ക് കിട്ടുന്നുണ്ട്. ഇന്നും കിട്ടുന്നുണ്ട്. എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ മാറിയിട്ടോ ഒന്നുമില്ല. എന്നും ഒരേ ഡെസ്റ്റിനേഷനാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. കോയമ്പത്തൂരാണ് മാക്സിമം ഡ്രൈവിംഗ് വരുന്നത്. പുതിയതായിട്ട് ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ളവർക്കുള്ള ഒരു ധൈര്യം കൊടുക്കുക. കാരണം ഇനി അവർ വെയിറ്റ് ചെയ്യുകയാണ്, ഇനിയും കുറേ മാറ്റങ്ങൾ വരും, ഇനി ഇത്ര പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഒരു ആങ്ഷ്യസ് ആയിട്ട് ഇനി ഇരിക്കേണ്ട കാര്യമുണ്ടോ? വെയിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ മഹേന്ദ്ര ഹാഡ് ഡൺ എ ഫാബുലസ് ജോബ് ഇൻ ദിസ് വെഹിക്കിൾ. ബാറ്ററി ടെക്നോളജിയും സോഫ്റ്റ്വെയറും എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വെയിറ്റ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. ഇനി കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറയാം. പക്ഷേ കോസ്റ്റ് ഇനി കുറയില്ലെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, ഈ 79 കിലോവാട്ടിലേക്ക് വന്നപ്പോഴാണ് 2 ഓപ്ഷനിൽ അവൈലബിൾ ആണ്, 59 ആൻഡ് 79. സോ വൈ യു ചൂസ് ദിസ് 79 കിലോവാട്ട് അവർ? I need maximum range. I need the maximum range. And the dream was to drive from home to Coimbatore and come back without any charging break. Okay. ഈ വണ്ടിയുടെ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 283 BSP പവറും അതുപോലെ തന്നെ 380 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ്. ഇത്രയും പവർഫുൾ എഞ്ചിനാണ്. അപ്പോൾ ഇത്ര ആ എഞ്ചിൻ്റെ ഒരു ഫീൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും ശരിക്കും കിട്ടുന്നുണ്ട് അല്ലേ? ഫാബുലസ്. ഇതിന് എഞ്ചിൻ്റെ ഫീലുണ്ട്, ഫീൽ ഗുഡ് ഫാക്ടേഴ്സ് എല്ലാം നല്ലതാണ്. പിന്നെ ഒരു ആഡ് ഓൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ഫീച്ചറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ആർ ഡ്രൈവിങ് അലോൺ, തന്നെ ഒരു യാത്ര പോകുമ്പോൾ ഒരു കംപ്ലീറ്റ് പിച്ച് സൈലൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ഡ്രൈവ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു കംപ്ലീഷൻ ഇല്ല. ബിക്കോസ് ഞാൻ ഇന്ന് വരെ ഒരു പെട്രോൾ കാറ് അല്ലെങ്കിൽ ഡീസൽ കാറേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടും ആ ഒരു ഗ്രഞ്ചും ഇല്ലാതെ നമുക്കൊരു ഇൻകംപ്ലീറ്റ് ഡ്രൈവ് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് മഹേന്ദ്ര സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു സൗണ്ട് സിസ്റ്റത്തിലൊരു ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ എൻജിൻ V8 എൻജിൻ്റെ സൗണ്ട് ഇത് സിമുലേറ്റ് ചെയ്ത് തരും. ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും തരും. നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ആക്സിലേറ്റ് ചെയ്യുമ്പോൾ ഡൗൺ ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ, ആ ഗ്രഞ്ച് വളരെ നന്നായിട്ട് തരുന്ന ഒരു വണ്ടിയാണ്. ഓൾറൈറ്റ്. അപ്പോൾ അടുത്തൊരു മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ബാറ്ററി ചാർജിങ് നമുക്ക് പല ഇത് എനിക്ക് തോന്നുന്നു 175 കിലോവാട്ടിൻ്റെ അല്ലേ? എത്ര കിലോ? 170 വരെ പറ്റുമെന്നാണ് പറഞ്ഞത്. ഞാൻ മൈസൂർ 120 വരെ ചെയ്തിട്ടുണ്ട്. മൈസൂർ ജിയോൻ്റെ ചാർജറിൽ 120യുടെ ചാർജറിൽ 111 കിലോവാട്ടിൽ ചാർജ് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഓടിച്ച് മൈസൂർ എത്തിയപ്പോൾ ലേറ്റ് നൈറ്റ് എത്തി 14%-ലാണ് ഞാൻ മൈസൂർ എത്തുന്നത്. ചാർജിനിട്ടു, വണ്ടിക്കകത്ത് തന്നെ ഞാൻ റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇറ്റ് ഹാർഡ്ലി ടുക്ക് 40 മിനിറ്റ്. 40 മിനിറ്റ് കൊണ്ട് 100 ആയില്ല, ഓൾമോസ്റ്റ് 97 98 ആയപ്പോൾ കട്ട് ഓഫ് ആയി. ബാലൻസ് തീർന്നു, ഈ കട്ട് ഓഫ് ആയി. അപ്പോൾ 97 ആയപ്പോൾ പിന്നെ മോർ ദാൻ ഇനഫ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മിനിറ്റിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ഇനഫ്. അപ്പോൾ ഞാൻ എൻ്റെ നാഗ്പൂർ ഡ്രൈവിൽ സ്പെഷ്യൽ ഹൈലൈറ്റ് പറയാനായിട്ടുള്ളത്, ഞാൻ ഫുഡ് ബ്രേക്ക് എടുത്തപ്പോൾ മാത്രമേ ടോപ്പ് അപ്പ് ചെയ്തിട്ടുള്ളൂ. ഫുഡ് ബ്രേക്ക് ഹാഫ് ആൻ അവറിലെ 20 മിനിറ്റ്സ് ഫുഡ് ബ്രേക്ക് എടുത്തിട്ടുള്ളൂ. അന്നേരം ടോപ്പ് അപ്പ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഡ്രൈവിങ്ങിന് അല്ലെങ്കിൽ ചാർജിങ്ങിന് ഞാൻ സമയം കളയേണ്ടിയേ വന്നിട്ടില്ല. പക്ഷേ യു ഹാവ് ടു പ്ലാൻ ഇറ്റ്. നമ്മുടെ ഈ ഒരു വണ്ടി നമുക്ക് ഓൺ റോഡ് വന്നപ്പോൾ എത്ര എമൗണ്ട് ആയിട്ടുണ്ട്? 31 lakhs. അപ്പോൾ 31 lakhs. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ഏതൊക്കെയും മോഡൽ ഉണ്ടായിരുന്നു? വേറെ ഏതെങ്കിലും മോഡൽസ്? റെഡ്ലി അവൈലബിലിറ്റി ഈ ടോപ്പ് എൻഡ് പാക്ക് 3 എന്ന് പറയുന്ന മോഡൽ മാത്രമേ റെഡി, അതായത് 79 കിലോവാട്ട് പാക്കിൽ മാർച്ചിൽ മഹേന്ദ്ര ഡെലിവറി പറഞ്ഞിരുന്നത് ഈ ഒരൊറ്റ മോഡലുകൾ മാത്രമേ ഉള്ളൂ. B6 പാക്ക് 3, B9 അതിനും പാക്ക് 3 മാത്രമേ അവൈലബിൾ ഉള്ളൂ. ടോപ്പ് വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ പാക്ക് 3 ചൂസ് ചെയ്യാനായിട്ടുള്ള പ്രൈമറി റീസൺ 79 കിലോവാട്ട് ബാറ്ററി പാക്ക് 3 മാത്രമേ ഉള്ളൂ. വേറെ ബാക്കി എല്ലാത്തിനും 59 കിലോവാട്ട്, അതായത് പാക്ക് 2 59 കിലോവാട്ട് ബാറ്ററിയേ ഉള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സാർ ഉറപ്പായിട്ടും ഫാമിലി ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും അവർ ഇത് ഇരുന്നിട്ട് അവരെന്താണ് അതിൻ്റെ സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് ഫീല്, ഇൻറ്റീരിയറിനെ കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ ലഗേജ് സ്പേസ്, ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഏകദേശം 455 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരിക. അപ്പോൾ അവരത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഈസ് ദാറ്റ് ഇനഫ് ഫോർ യു? ഫോർ എ ലാർജ് ഫാമിലി ലൈക്ക് മീ ഇറ്റ് ഈസ് നോട്ട് ഇനഫ്, ബട്ട് എ നോർമൽ ഫാമിലി ഇറ്റ്സ് മോർ ദാൻ ഇനഫ്.
ബിക്കോസ് ഐ എം ഹാവിങ് 5 kids. 5 പിള്ളേരുണ്ട് എനിക്ക്, അതുകൊണ്ട് എനിക്കിത് കുറവാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഡ്രൈവിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. എനിക്ക് ലോങ് ഡ്രൈവ്സിനും ഫാമിലി ട്രിപ്സിനും വേറെ വലിയ വണ്ടിയുണ്ട് 8 seaters. ഓക്കെ. ഇത് ബട്ട് സ്റ്റിൽ എൻ്റെ 5 പിള്ളേരും ഇതിനകത്ത് കയറിയിട്ട് കൊണ്ട് ദേ എക്സ്പീരിയൻസ് വെഹിക്കിൾ, ദേ ലൈക്ക് ഇറ്റ് റിയലി വെൽ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഇൻറ്റീരിയറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇൻറ്റീരിയർ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ എയർക്രാഫ്റ്റ് ഫ്രണ്ട് സ്പേഡ് ആണ്. ഡ്രൈവ് സെലക്ടേഴ്സ് നോക്കുക, ഗിയർ ഷിഫ്റ്റേഴ്സ് നോക്കുക. അപ്പോൾ ഇവിടെയൊക്കെ അസാധ്യമെല്ലാം അതിൻ്റെ ഓരോ ബട്ടൺസും അല്ലെങ്കിൽ അതിൻ്റെ ആ ഓരോ നല്ല സ്വിച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ. പിന്നെ ഇത് റീജനറേഷൻ്റെ ആണ്, പ്ലസ് മൈനസ്. യെസ്, റീജനറേഷൻ പ്ലസും മൈനസും. ഇത് നേരത്തെ കാണിച്ചത് സിംഗിൾ പെഡൽ. ഇത് ബൂസ്റ്റ് മോഡ്. ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യണം. ശരി. അപ്പോൾ നമ്മൾ ഒത്തിരി പവർ എക്സ്ട്രാ വേണമെന്ന് തോന്നിയാൽ ജസ്റ്റ് പ്രസ്സസ്. ഇതിപ്പോൾ ഒരു ഹോളിലിരിക്കുന്ന മാതിരിയാണ്. ഇപ്പോൾ ഇതൊരു സ്റ്റേഡിയത്തിലേക്ക് മാതിരി നമ്മൾ സെറ്റ് ചെയ്തു. സ്റ്റേഡിയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു എക്കോ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ. ഹലോ, യു ക്യാൻ ഹിയർ എ ഹലോ കേട്ടോ. ഹലോ ഹലോ, ഇറ്റ്സ് ലൈക്ക് വി ആർ ടോക്കിംഗ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോണിൽ ഒരാളോട് സംസാരിക്കുക, ആ സൗണ്ടിന് പോലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇത് നമ്മളിപ്പം ഓഡിയോ ഇത് ഓൺ ചെയ്തിട്ട് പ്ലേ ചെയ്യും. ഡ്രൈവർ ഫീൽ എന്താ പറയുക, ഔട്ട് ഓഫ് ദ വേൾഡ് സെറ്റിങ്സുകളാണ്. ഇപ്പം എൻ്റെ നെക്സണിലാണെങ്കിലും ഹർമൻ്റെ സെറ്റാണ്. പക്ഷേ ടാറ്റയിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഈസ് ഗുഡ്, ബട്ട് ഒരു കംപ്ലീഷൻ ഇല്ല. എനിക്കെങ്ങനെ ആ ഒരു എൻജോയ് ചെയ്യണം, എൻ്റെ മൂഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അത് ഇതിൽ പോസിബിളാണ്. ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ എൻവയോൺമെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ഇൻ ഹൗസ് ഫീൽ, ഏത് മൂഡ് വേണമെങ്കിലും നമുക്ക് ഓണാക്കാം. ഒരു സംഗതിയും കൂടി ഇതിൻ്റെ അകത്തുണ്ട്, അതായത് ഒരു മൂഡ് ക്രിയേറ്റർ. സോ ഇഫ് യു വോണ്ട് ടു ഫീൽ ദ കാംനെസ്, ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുവാണ്, വണ്ടി ഒരു ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യുവാണ്, അപ്പോൾ നമുക്കൊന്ന് ഒരു കാം ആവണം. യു ജസ്റ്റ് പ്ലേ ദിസ്, യുവർ സീറ്റ് വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ്, യുവർ ലൈറ്റ് വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ്, ക്ലൈമറ്റ് വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ്. Everything will get adjusted and you can hear a small sound. This is engineered by A.R. Rahman. If you want to take rest, if you want to sleep for a moment, Zulu. Now I'm going to a cozy mode. Earlier it was to have a nap. Yes. This is just to think. ഓരോ മൈനർ ഫീച്ചേഴ്സുകളും they are engineered to give you a complete feel. Another mode, club mode. ഇതോടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഫൺ വേൾഡ് കാണണം. ഫൺ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പിള്ളേരാണ് കൂടുതൽ, എനിക്ക് 4-5 പിള്ളേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ ഈ വണ്ടിയിൽ എവിടെ യാത്ര പോയാലും അവർക്ക് ചാർജിങ് ടൈമാണ് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. ബട്ട് ദേ ഫെൽറ്റ് ബിക്കോസ് നോട്ട് ജസ്റ്റ് യൂട്യൂബ്, യു ക്യാൻ ടേക്ക് Amazon Prime, യു ക്യാൻ ടേക്ക് എനി മൂവി, Sony Live, any app. Another bigger feature, Zoom or Google Meet. You can configure it here. And there is a camera. You can attend here. ഇതൊരു മൊബൈൽ ഓഫീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടാണ് ഇതിൻ്റെ അകത്ത്. പുറത്തെ ഇതിപ്പോൾ ഞാൻ വെച്ചില്ല ആദ്യം കേൾപ്പിക്കാം. പുറത്തെ സൗണ്ട് ഒരു തുള്ളി പോലും നമുക്ക് ഇൻ്റർഫിയർ ചെയ്യില്ല. കാര്യം ദിസ് ഈസ് സൗണ്ട് പ്രൂഫ് ഗ്ലാസസ്. ഇപ്പം സെൽഫി ക്യാമറ, ഇത് 360 ക്യാമറ. പിന്നത്തെ ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനമാണ് സെക്യൂർ 360. This is a camera which we can live feed now. Same thing, I can see it in my mobile. Oh, that's great. ഇത് ഞാൻ ഇന്ന് യാത്ര ചെയ്ത റെക്കോർഡിങ്സുകളാണ്. ഇത് ഇപ്പം ഞാൻ കാറിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാം, എനിക്ക് വീട്ടിൽ ഇരുന്നും ചെയ്യാം,
എവിടെ ഇരുന്ന് ചെയ്യാം, ആക്സസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഹാർഡ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാം. ഹാർഡ് ഡ്രൈവ് ഓൾറെഡി ഇൻസ്റ്റാൾ പ്ലഗ്ഡ് ഇൻ. So these kind of features I never found in any of the vehicle which I ever owned. ഉണ്ട്. ഇതിപ്പോൾ നൈറ്റിലെ വീഡിയോസാണ്, ഞാനും പിള്ളേരുടെ യാത്ര ചെയ്തിരുന്നതിൻ്റെ വീഡിയോസാണ്. അത് ഹാർഡ് ഡ്രൈവ്, ദെൻ ദ സെൽഫി. ഓക്കെ, ക്യാമറ വി ക്യാൻ ടേക്ക് എ സെൽഫി. സോ അത് വീഡിയോ ആയിട്ടും റെക്കോർഡ് ചെയ്യാം, സെൽഫി പിക്ചേഴ്സായിട്ടും. എനർജി മാനേജ് ഒരു കീ ഫീച്ചർ എന്ന് പറയാവുന്ന, നമുക്ക് വി ക്യാൻ ലിമിറ്റ് ഹൗ മച്ച് റീചാർജിങ് ഹാപ്പൻ ഇൻ അവർ കാർ. ഇപ്പോൾ നമുക്ക് ഡെയിലി റെഗുലറായിട്ട് 100% ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഒരു 90% നിന്നാൽ മതി. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു യൂട്ടിലൈസേഷൻ പാറ്റേൺ, ഇപ്പോൾ എനിക്ക് ഈ വീക്കിൽ ഇപ്പോൾ എനിക്ക് കോട്ടയം എറണാകുളം ഈ ഇൻ ആൻഡ് അറൗണ്ട് ഓടിയാൽ മാത്രം മതി. എന്നാൽ ഡെയിലി ചാർജ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഡെയിലി ചാർജ് ചെയ്ത് വെക്കണമെന്നുള്ളൊരു പാരാമീറ്റർ പറയുന്നതെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിവിടെ സോളാറും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിന് ഡെയിലി ഡേ പ്രൊഡക്ഷൻ ഇറ്റ് ഷുഡ് ഗെറ്റ് സ്റ്റോർഡ്. മിനിമം ഈ വണ്ടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 to 6 kilowatt മിനിമം വേണം. 10 kilowatt ആണ് റെക്കമെൻഡ്. എനിക്കിപ്പം 6+2 8 ഉണ്ട്, ഓൾറെഡി 8 ഉണ്ട്. 10 വരെ എക്സ്പാൻഡ് ചെയ്യാവുന്ന രീതിക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് യൂട്ടിലൈസേഷൻ കൂടുന്നതിനനുസരിച്ച് നെക്സൺ ആയിരുന്നപ്പം ദിസ് 8 would ഡൺ എന്ന് പറയാൻ 500 രൂപ താഴെയുള്ള ബില്ലിൽ എന്നും നിർത്താമായിരുന്നു നെക്സൺ ആയിരുന്നപ്പം. ഇത് വന്നു കഴിയുമ്പോൾ 10 ആക്കുന്നു എന്നുള്ള പ്ലാനിങ്ങിൽ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു വേറൊരു കീ ഫീച്ചറാണ് ബാറ്ററിയിൽ പവർ സേവിങ് മോഡ്. വണ്ടി ഒരു ലീനിയർ ആക്സലറേഷനെ പോസിബിളാണ്. ഒരു പെട്രോൾ കാർ പുഷ് ചെയ്യുന്ന പോലെ ഒരു EV കാറിൻ്റെ ഒരു പുഷ് ഇല്ല, ഒരു ലീനിയർ ആക്സലറേഷനെ ഉണ്ടാവുകയുള്ളൂ പവർ സേവിങ് മോഡിൽ. മാക്സിമം സ്പീഡ് ഒരു 90 kilometer സ്പീഡ് വരെ വണ്ടി ക്ലോക്ക് ചെയ്യുള്ളൂ. ഈ സാധനം ഞാൻ ഇപ്പം വണ്ടി റേഞ്ച് വേണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൻ വി ആർ പ്ലേയിങ് എ മ്യൂസിക്, ദ ലൈറ്റ്സ് എവറിത്തിങ് ഫ്ലാഷസ് ലൈക്ക് ദാറ്റ്. യെസ്, അത് റൂമിൽ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും എല്ലാം ഓപ്പൺ ചെയ്യണം. സ്റ്റാർട്ട് ഷോ സെലക്ട് എ വീഡിയോ. ഇത് ആംബിയൻ ലൈറ്റ്സ്, ആംബിയൻ ലൈറ്റ്സ്, all lights and the front headlights and tail lights. Oh, everything adivoli. Tail lights gives you an equalizer, and we'll show that later. Beautiful, but it's a different feel. ഇങ്ങനെ ചെയ്യണം, ഇത്ര ആക്സലറേഷൻ കൊടുക്കണം, ഒന്നും റേഞ്ച് ആങ്സൈറ്റിയേ ഇല്ലാതെ ഓടിക്കാനായിട്ട് ഉള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ് പവർ സേവിങ് മോഡ്. ആഫ്റ്റർ അപ്ഡേറ്റ് ഡെമോ കാറിൽ എല്ലാവരുടെ വണ്ടിയിലും കീ ഫോർ പാർക്കിങ്ങും ഫോൺ പാർക്കിങ്ങും ഉണ്ടായിരുന്നു. ഇപ്പം ഡെലിവേർഡ് ആയിരിക്കുന്നത്, മഹീന്ദ്രയിൽ നിന്ന് ഡെലിവേർഡ് ആയിരിക്കുന്നത് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ, ലിമിറ്റഡ് ഇൻഫർമേഷൻ പ്രകാരം all those features are disabled because of the security and training issues കൊണ്ട്. കാര്യം മഹീന്ദ്രൻ ഡെലിവറി കിട്ടുമ്പോഴേ ട്രെയിനിങ്ങിൽ പലർക്കും ഇത് ക്ലിയർ കട്ടായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് മനസ്സിലാക്കിയത്, ഇപ്പോൾ ഞാനിതെല്ലാ ഫീച്ചേഴ്സുകളും എനേബിൾ ചെയ്തെടുത്തു. പക്ഷേ തിങ്സ് ആർ വർക്കിംഗ്, ബട്ട് ഒരു പെർഫെക്ഷനിൽ അറിയില്ല എങ്ങനെയാണത് ചെയ്യേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ഫ്രണ്ടും ബാക്കും എടുക്കാൻ പറ്റും. ദ ഫോൺ see, I'm taking reverse. I can do that. അവിടെ എന്തൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കണം. ഫ്രണ്ടിലേക്കുള്ളത് ഞാൻ സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഡ്രൈവ് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിലേക്ക് പോകുന്നു, വണ്ടി ഫ്രണ്ടിലേക്ക് പോകുന്നു. ലൈക്ക് ഇൻ ജെയിംസ് ബോണ്ട് മൂവി ഐ ക്യാൻ ഡു. ഞാൻ കൈ എടുക്കുമ്പോൾ വണ്ടി അവിടെ നിൽക്കും. 6.8 seconds. പോലെയുള്ളവർക്കൊന്നും 6.8 seconds ഒന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോകും. About
യൂട്ടേൺ ഞാൻ ഇതിൽ ഇങ്ങനെ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മോ. ഇനി വരെയൊക്കെ ഓടിക്കാം. ഓട്ടോ ഡ്രൈവിംഗ്. ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. ജസ്റ്റ് സ്വിച്ച് ഓൺ ദ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. ഈവൻ ഇൻ ട്രാഫിക് you can use adaptive cruise control. Okay. I'm setting up a speed 46 kilometers. Now I'm setting the lane on lane drive. Now the vehicle is driving by itself. ഫ്രണ്ടിലുള്ള വണ്ടിയുടെ സ്പീഡിലേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഈ വണ്ടി വന്നുകൊണ്ട് വണ്ടി ഇതായതാണ്. അപ്പോൾ ഞാൻ കൈ പിടിച്ചെന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിയറിംഗ് ഈസ് ഫങ്ഷനിങ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ലൈൻ അങ്ങോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ സ്പീഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്ലൈംബ് അപ്പ് ചെയ്ത് ഓവർടേക്ക് ചെയ്യും. ഇതൊരു വില്ലേജ് റോഡിലാണ് ഓടിക്കുന്നത്, ഹൈവേയിലല്ല. ഐ എം നോട്ട് ഇൻ എ ഹൈവേ, ഐ എം ഡ്രൈവിംഗ് ഇൻ എ വില്ലേജ് റോഡ്. കാരണം ഞാൻ പല വണ്ടിയും ഇതുപോലെ ഓടിച്ചപ്പോഴുണ്ടല്ലോ എനിക്ക് ഈ ലെയിൻ കീപ്പ് അസിസ്റ്റ് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടൊക്കെ ലെയിൻ കീപ്പ് അസിസ്റ്റ് ഇറങ്ങുന്ന വണ്ടികളിലൊക്കെ ഞാൻ സെറ്റ് ചെയ്തപ്പോൾ ഇത് കറക്റ്റായിട്ട് റീഡ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് മഹേന്ദ്ര ഹാഡ് ഡൺ എ ഫാബുലസ് ജോബ്. ഇതിന് ഏകദേശം ഒരു ഒപ്പം എത്തുന്നത് ക്രെറ്റയിലെ അഡാസ് ലെവൽ 2 കൊള്ളാം. ഇതുപോലെ ഇതിന് ഒപ്പം എത്തും. ഇപ്പം ഇതിൽ HUD ഡിസ്പ്ലേ ഉണ്ട്. അതിൽ നമുക്ക് കാണാം വെദർ ഡ്രൈവിംഗ് എനേബിൾഡ് ആണോ അതോ ഡിസേബിൾ മോഡിലാണോ, അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഹെർമാൻ്റെ തന്നെ 16 സ്പീക്കേഴ്സ് വരുന്ന സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. എങ്ങനെ തോന്നിയിട്ടുണ്ട് അതിന്റെ ഫീൽ? ഹെർമാൻ്റെ സൗണ്ട് സിസ്റ്റമുള്ള ഒരുപാട് വണ്ടികൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കംപ്ലീഷൻ കിട്ടിയത് ഈ വണ്ടിയിലാണ്. കാരണം എനിക്ക് എങ്ങനെ കേൾക്കണം, ഒരു സൗണ്ട് എങ്ങനെ സൗണ്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും, അത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ വേറൊരു അഡ്വാൻസ്മെൻറ്റ്, അതായത് നമുക്കിപ്പോൾ ഒരു ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഡെമോ ഞാൻ കാണിക്കാം. ഇതിൻ്റെ അത് ഡ്രൈവ് അസിസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു സ്ക്രീനിൽ വരും. സോ നൗ നമ്മുടെ സൈഡിൽ കൂടെ പോകുന്ന ഫ്രണ്ടിലുള്ളത് ലൈനും റോഡാണ് നമുക്ക് കാണുന്നത്. വണ്ടി എന്താണ് കാണുന്നത് എന്നുള്ളതാണ് ഈ കാണുന്നത്. ഇപ്പം ഇത് യെല്ലോ ലൈൻ ആയതുകൊണ്ട് ഈ വണ്ടി ക്രോസ് ചെയ്യാൻ അനുവദിക്കുകയില്ല. ഇപ്പം ഞാൻ ഈ യെല്ലോ ലൈൻ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി തിരിച്ചു പിടിക്കും. കണ്ടോ, വണ്ടി തിരിച്ചു പിടിച്ചുകൊണ്ട് പോകും. യെല്ലോ ലൈൻ നോർമൽ സിറ്റുവേഷനിൽ എന്നെ ക്രോസ് ചെയ്യാൻ അനുവദിക്കില്ല. റീഡ് ചെയ്യുന്നുള്ളതും കാണാമല്ലോ നിങ്ങൾക്ക്. എതിരെ വരുന്ന വണ്ടി 1, 2, 2 കാറ് വേറെ, ഫ്രണ്ടിലൊരു കാറ് ബ്രേക്ക് ചെയ്യുന്നു, അതിനിപ്പോൾ റീഡ് ചെയ്ത് ഇപ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്യും. ഫ്രണ്ടിലെ കാറിനെ റീഡ് ചെയ്ത് വണ്ടി കണ്ട് ബ്രേക്ക് ചെയ്തു. ഇത് ഇവിടെ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ നിന്നുള്ള ഇതാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും അത്ര സക്സസ് ആയിരുന്നില്ല. പക്ഷെ എനിക്ക് ഇതിനകത്ത് ആ ഒരു സക്സസ് ഫീൽ ചെയ്യുന്നുണ്ട്. കോൺഫിഡൻ്റ് ആയിട്ട് കൊണ്ടു കിടക്കാം. അതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്നോളജി ഓരോ ബിറ്റ് ബൈ ബിറ്റ് അവരെ പെർഫെക്ഷനിൽ എത്തിച്ചിട്ടുണ്ട് മഹേന്ദ്ര. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത് 6767 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. ഓരോ മൈനർ കാര്യവും അവർ റിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓൺ ഇന്ത്യൻ കണ്ടീഷൻ അതുകൂടെ ആഡ് ചെയ്യാം. ഇതിന് ഒരു വലിയ ഡ്രോബാക്ക് ഉണ്ട് അഡാസ് 2-ന്. മഹേന്ദ്രയുടെ ഇതിനും ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനായിട്ടുള്ളതാണെങ്കിൽ ഇത് ബ്രേക്ക് ബൈ വയർ ടെക്നോളജിയാണ്. അപ്പം ഇത് എമർജൻസി ബ്രേക്ക് ചെയ്യുന്നത് ഇറ്റ്സ് ഫെൽറ്റ് ലൈക്ക് സ്വിച്ചിങ് ഓൺ എ ലൈറ്റ്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്, വണ്ടി അങ്ങ് നിൽക്കും. നമ്മൾ ഞെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എമർജൻസി ഫീൽ. ഇപ്പം ഞാനിപ്പം മാറ്റി ഓടിക്കാം. ഇപ്പം തിരിക്കുമ്പോഴും വെഹിക്കിളിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കാണിക്കും. പ്ലസ് ഒരു ഓൺ കമ്മിങ് ട്രാഫിക് ഉണ്ടെങ്കിൽ വണ്ടി തന്നെ ബ്രേക്ക് ചെയ്യും. പിന്നെ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോഴും ഈ ഒരു ആ ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യുകയും ഡിസേബിൾ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഡ്രൈവർ ഉള്ള AC ഉണ്ട്. ഡ്രൈവർ ഉള്ള AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ സോണും ഉണ്ട്, ഡ്രൈവർ ഉള്ള AC ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വെൻസുകളും എല്ലാം ഓഫാണ്, ബാക്കിലെ വെൻസുകളും എല്ലാം ഓഫാണ്. ഡ്രൈവർ മാത്രമേ ഉള്ളൂ. സോളോ ഡ്രൈവിംഗ് ആണ്. എനർജി സേവ് ചെയ്യാൻ വേണ്ടി ഡ്രൈവർ ഉള്ള AC. ഡ്രൈവർ ഉള്ള ഓഫ് ചെയ്തിട്ട് ഇതിപ്പോൾ സിങ്ക് മോഡ്, രണ്ട് ഈ സോണും സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഈ സോണിലെ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സോ ഡ്യുവൽ സോൺ AC ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകളെല്ലാം നമ്മൾ ഒരു 1 CR അബവ് വണ്ടികളിലൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ
ബ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതും ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ കാലയിലേക്കുള്ള ബ്ലോ. അത് ഇവിടെ നമുക്ക് സ്ക്രീനിൽ എനേബിൾ ചെയ്യാം. സ്ക്രീനിൽ എനേബിൾ ചെയ്യാം. ഇതിൻ്റെ അകത്തൊരു ഒരു ആഡ് ഓണോട് തരാം. നോർമൽ വണ്ടികളിലെല്ലാം ഫ്രണ്ടിൽ മാത്രമേ കാലയിൽ AC വരുള്ളൂ. ഇവിടെ ഇതിൻ്റെ അടിയിലുണ്ട് വെന്റ്. ഇവിടെ ഒരു വെന്റ് ഉണ്ട്. സീറ്റിൻ്റെ അടിയിലുണ്ട്. അടിപൊളി. അപ്പം ബാക്കിലിരിക്കുന്നവർക്കും ഈ കാലയിലേക്കുള്ള വെന്റ് എക്സ്പീരിയൻസ് ചെയ്യാം. 1, 2, 3 മോഡുകളുണ്ട്. ഇത് അടിയിൽ കാണുന്ന ഡോട്ട്സുകൾ കണ്ടോ? ഇത് ഫസ്റ്റ് മോഡ്. ഇത് ബ്ലോയിങ് സ്പീഡ് കുറവായിരിക്കും. സപ്പോസ് ഇഫ് യു വാണ്ട് ടു ഫീൽ മോർ എയറി, വൺസ് മോർ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബ്ലോയിങ് സ്പീഡ് ഒരു സ്റ്റെപ്പ് കൂടും. പിന്നെ ഇതിന് ബ്ലോയിങ് ഓട്ടോ 3rd സ്റ്റെപ്പ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഫുള്ളാണെങ്കിൽ, മീൻസ് 5 പേരും വണ്ടിയിലുണ്ടെങ്കിൽ എപ്പോഴും ഈ 3 ഡോട്ട്സ് എനേബിൾഡ് ആയിരിക്കും. ബിക്കോസ് എയർ സർക്കുലേഷൻ ഉണ്ടാവും, ഓക്സിജൻ ലെവൽ ഇംപ്രൂവ്ഡ് ആയിരിക്കും. ഇപ്പം എനിക്കിത് ഇനീഷ്യലി അറിയത്തില്ലായിരുന്നു. ഞാൻ ലോങ് ട്രിപ്പ് നാഗ്പൂർക്ക് പോയപ്പം ഫുൾ കപ്പാസിറ്റിയിലാണ് പോയത്. നല്ല വെയിലത്ത് വരുമ്പം നമുക്കൊരു സഫക്കേഷൻ, ഒരു സുഖക്കുറവ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ AC സ്പീഡ് കൂട്ടാൻ പറയുന്നു. ഇതിപ്പോൾ ഞാൻ ഓട്ടോ 3 കഴിഞ്ഞപ്പോഴത്തേനും ബ്ലോയിങ് സ്പീഡ് 5 ആണ്. സെയിം തിങ് ഓട്ടോ 1 കഴിഞ്ഞാൽ ബ്ലോയിങ് സ്പീഡ് കം ഡൗൺ ടു 3. ഇതിങ്ങനെ താഴത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പം ചില്ലിങ് ടെമ്പറേച്ചർ 21 നമുക്ക് എത്തിച്ചാലും ഈ ബ്ലോയിങ് വളരെ കുറവായിരിക്കും. എയർ സർക്കുലേഷൻ ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ മോശമായിരിക്കും. ഇത് ഹൈൻഡയുടെ വണ്ടിയിലും ടയറ്റയുടെ വണ്ടിയിലും ഉള്ള ഒരു ഫീച്ചറാണിത്. നമുക്ക് ഓട്ടോ AC-യിലും സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് ആ ഓട്ടോ AC-യുടെ റിഫൈൻമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ആഡ് എ ചെറി ഓൺ ടോപ്പ്. ഇപ്പോൾ നമുക്കൊരു കോള് വന്നു. സപ്പോസ് ഒരു കോള് വന്നു, ഐ എം ടേക്കിംഗ് അപ്പ്, ഞാൻ എൻ്റെ അപ്പനെ വിളിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് AC-യുടെ വെൻറ്റിൻ്റെ സ്പീഡ് കുറയും, ബ്ലോ സ്പീഡ് കുറയും. സോ ദാറ്റ് മൈ വോയിസ് ഈസ് ക്ലിയർ. വൈഫിനെ വിളിക്കാം, ബ്ലോ സ്പീഡ് കുറഞ്ഞു. കോള് കട്ട് ചെയ്തു, ഉടനെ ബ്ലോ സ്പീഡ് കൂടും. ഇത് ഇൻ ജനറൽ ടാറ്റ വണ്ടികളിലും പല വണ്ടികളിലും ഉള്ള ഫീച്ചറാണ്. ഇതിലും ഉണ്ട് എന്നതേ ഉള്ളൂ. ഇതിന് മാത്രമുള്ളൊരു ഫീച്ചറൊന്നുമല്ല. പല ന്യൂ ജെൻ വണ്ടികളിലെല്ലാത്തിലും ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ഉള്ള എല്ലായിടത്തും തന്നെ ഉണ്ട് ഈ ഫീച്ചർ. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ്. ഇതിൻ്റെ അകത്ത് സിം എനേബിൾഡ് ആണ്. സിം ഉണ്ട്. ഇപ്പോൾ ഡാറ്റ എനേബിൾഡ് ആണ്. അതിൻ്റെ 4G സിമ്മിൻ്റെ ഇതാണ് ഈ കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ലൈവായിട്ട് വണ്ടിയിൽ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും എല്ലാം ചെയ്യാൻ പറ്റും. ഇത് ആംബിയൻ ലൈറ്റിൻ്റെ ഇതറിയാമല്ലോ, എല്ലാം വരുന്നത്. അത് ഒരുപാട് ക്രൂസ് കൺട്രോളിൻ്റെ പല മോഡ്സുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഡ്രൈവിംഗ് സ്റ്റൈൽസുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ആക്സലറേഷനും റെസ്പോൺസ് സ്പീഡും നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊക്കെ എല്ലാം കസ്റ്റമൈസബിളാണ്. ഒരുപാട് ഫീച്ചേഴ്സിൽ പല വണ്ടിയിൽ ഇപ്പം ടയോട്ട ഡസ് ഓഫർ ക്രൂസ് കൺട്രോൾ ഓർ ഹോണ്ട ഡസ് ഓഫർ ക്രൂസ് കൺട്രോൾ. ബട്ട് അതിൻ്റെ റെസ്പോൺസ് റേഷ്യോ സ്പീഡും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൺ ഓഫ് ദി വെഹിക്കിൾ ഗിവ്സ് യു. ഒരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് പാക്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന എല്ലാ ഫീച്ചറും ഇതിൻ്റെ അകത്ത് പാക്ഡ് ആണ്. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പല ഫീച്ചറും ഇതിനകത്തുണ്ട് അല്ലേ? പണ്ട് സാർ ഇതുപോലെ പല ഇതൊന്നും ഓട്ടോ പാർക്ക് ചെയ്തിരുന്നെങ്കിൽ ആലോചിച്ച കാര്യങ്ങൾ വരെ ഇതിനകത്തുണ്ട് അല്ലേ? പിന്നെ ആഗ്രഹിച്ചതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അതെ, നമ്മളെല്ലാം ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ മാനുവലിയാണ് ഇത് നമ്മൾ കൈകൊണ്ട് AC ഒക്കെ നമ്മൾ കുറയ്ക്കുന്നത്. പക്ഷെ അതുപോലും അതൊരു കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്ത് ഫീച്ചറായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതെല്ലാം അടിപൊളി. അതുപോലെ തന്നെ ഒരു ഉള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് രാത്രി പോകുമ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. കോർണറിങ് ഹെഡ് ലാംപ്സ് ഉണ്ട്. എങ്ങനെയുണ്ട് ഹെഡ്ലൈറ്റിന്റെ പ്രോ ഒക്കെ? ഹെഡ്ലൈറ്റിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറസ് ഫീച്ചേഴ്സുകളുണ്ട്. ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓൺ ആവും. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ടാറ്റ കാറിലും എല്ലാത്തിലും ഉണ്ട് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്. ഇതിൽ ഓട്ടോ ഡിമ്മിങ് ഉണ്ട്. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിം ആവും. സെക്കൻഡ്, ഇതിന് ബ്രൈറ്റിൽ 2 മോഡുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ സ്പീഡിൽ ഓടിക്കുമ്പോൾ എതിരെ വണ്ടി ഇല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് ഒന്നുകൂടെ
കൂടി കത്തും. അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. ദെൻ കോർണറിങ് ലാമ്പ്, ദെൻ കംസ് ഫോഗ് ലാംപ്സ്. ഫോഗ് ലാമ്പ് നമുക്ക് ഓൾവേസ് ഓൺ കണ്ടീഷനും വെക്കാം, പല കണ്ടീഷൻസും വെക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തു, ഇപ്പോൾ ഞാൻ ബ്രൈറ്റ് ഇട്ടു. ബ്രൈറ്റ് ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് നോർമലാണ് കാണിക്കുന്നത്. ഇത് ഓട്ടോയിൽ ഇടുവാണെങ്കിൽ, ഓട്ടോയിലിട്ടിട്ട് ഞാൻ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോ ഹെഡ് ലാമ്പാണ് ഈ കാണിക്കുന്നത്. അതിപ്പോൾ ഓട്ടോ ബ്രൈറ്റ് ആണ് നിൽക്കുന്നത്. ഇതിലെ ഒരു വണ്ടിയുടെ ഇത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിം ആവും. നൈറ്റിൽ കറക്റ്റായിട്ട് ഡെമോ ചെയ്ത് തരാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് റീജനിൽ ഒരു അഡ്വാൻസ് ഫീച്ചറുണ്ട്. വേറെ ഒരു വണ്ടിയിലും ഞാൻ കാണാത്തൊരു അഡ്വാൻസ് ഫീച്ചറുണ്ട്. റീജൻ നമുക്ക് ഓട്ടോമാറ്റിക് ആക്കാം. അതായത് ഇപ്പോൾ ഓട്ടോമാറ്റിക് റീജൻ എനേബിൾ ചെയ്തു. ക്യാമറയിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് ഫ്രണ്ടിൽ വണ്ടി ഉള്ളപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റീജൻ്റെ ലെവൽ സിവിയറിറ്റി കൂട്ടും. ഇപ്പോൾ നോർമലി ഇപ്പോൾ വണ്ടി ഇല്ലാത്തപ്പം റീജൻ ലെവൽ വളരെ കുറച്ചേ ഉള്ളൂ, തിരിച്ച് പിടിക്കുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ പുഷ് ചെയ്ത് പോവുക, ഫ്രണ്ടിലൊരു വണ്ടി, ഒരു ഓൺഗോയിങ് ട്രാഫിക് ഒരു വണ്ടി വന്നു, അപ്പോഴേ വണ്ടി ഇതാക്കും. പാക്കിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിച്ചു വരണം, കുറച്ച് സമയമെടുക്കും. ഒരു നോർമൽ ഒരു ഇച്ചിരി പ്രായമുള്ള ഒരാൾക്കൊക്കെ ഈ വണ്ടി കയ്യിൽ കെട്ടി ആ ഫീച്ചറിലേക്ക് ഓരോ ഫീച്ചറും പഠിച്ച് അതൊന്ന് ഉപയോഗിക്കാൻ ഈ മെട്ടേക്ക് വൈൽ പല ഫീച്ചറും ഉണ്ടെന്നുള്ള കാര്യം മറന്നു വരെ പോകും. റെഫർ ബാക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൻ്റെ മാനുവൽസിലൊന്നും ഒന്നുമില്ല. പല ഫീച്ചേഴ്സുകളിനെ പറ്റി പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇതിലൊന്നിലും ഇല്ല. നമ്മൾ ട്രയൽ ചെയ്ത് തന്നെ കണ്ടുപിടിച്ചേക്കുന്ന. പിന്നെ ഒരു ഉഗ്രൻ ഫീച്ചറുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് എന്ന് പറയും. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വൺ പെഡൽ ഡ്രൈവിംഗ്. ഞാൻ ബ്രേക്ക് തൊടേണ്ട ആവശ്യമില്ല. കാലെടുക്കുമ്പോഴേ റീജൻ പിടിച്ചോളും. ഇപ്പോൾ എനിക്ക് വളവിങ് വന്നു, കാലെടുത്തു, റീജൻ പിടിച്ചു, എനിക്ക് വളവ് തിരിക്കാം. കാല് കൊടുത്തു, വളവ് തിരിഞ്ഞു, റീജൻ പിടിച്ചു, വണ്ടി സ്ലോ ആയി, എനിക്ക് വളവ് തിരിക്കാം. മീൻസ് ഇത് ഏറ്റവും എൻജോയ് ചെയ്യുന്നത് ഹൈ റേഞ്ച് ഡ്രൈവിങ്ങിലാണ്. ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വണ്ടി നിന്നോളും. ആ വണ്ടിയുടെ ഓൺ ഗോയിങ് അത് ഇതിനെ സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇതിപ്പോൾ ആ വണ്ടി ഇത് തിരിയുക, പിടിച്ചു. നോർമൽ നെക്സറ്റിലെ റീജിയനിൽ ഇത്രയും പിടിക്കില്ല. ഇപ്പോൾ ഞാനിവിടെ വന്നു, ഇപ്പം എനിക്ക് ബമ്പിൻ്റെ അവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് പുൾ ഡൗൺ ചെയ്യണം, എടുത്തു. ഇതിപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെയാണ് ഞാൻ സാധാരണ നിർത്താറ്. എൻ്റെ വാതൊക്കെ വന്ന് ഞാൻ നിർത്തി. ഇനി എനിക്ക് വണ്ടി ഷെഡിലിടണം. I just push this button. You'll get a screen. Here I select the position. I am positioning my vehicle here in my garage, confirming it, start parking, left my foot, the rest let my car go into my garage. ഇതൊക്കെ പണ്ട് സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ വണ്ടിയിലും ഉണ്ട്. ഞാൻ കൈ കെട്ടി ഇവിടെ ഇരിക്കുക. ഇതിൻ്റെ അകത്തൊരു അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി തിരിച്ച് ഫേസിങ് ഫോർവേഡ് ആണ് കിടക്കുന്നത്. എപ്പോൾ സെറ്റ് ചെയ്താലും ഫേസിങ് ഫോർവേഡ് വന്നേ കിടക്കുകയുള്ളൂ. ഇപ്പോൾ അതിലൊരു വണ്ടി വന്നു, ഓൺ ഗോയിങ് ട്രാഫിക് വന്നു, വണ്ടി തന്നെ ബ്രേക്ക് ചെയ്തോളും. കണ്ടോ, ബ്രേക്ക് ചെയ്തു, ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് വന്നു, ഇൻ പ്രോഗ്രസ്. ഇവിടെ എഴുതി വന്ന കണ്ടല്ലോ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ്. എൻ്റെ പൊന്ന സുഹൃത്തെ, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പാർക്ക് ആയേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ഹാർഡ്ലി ഗെറ്റ് ഔട്ട്. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അവിടെ ഒരു ടൈലിൻ്റെ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് കൊണ്ടുവന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബാക്കിൽ കയറി കിടക്കും. വേണേ ഇറക്കി പുറത്തെടുത്തോ, വണ്ടി കിടക്കുന്ന പൊസിഷൻ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മോളിൽ ചെന്നു, ഇപ്പോൾ പാർക്കിംഗ് സ്ലോട്ടുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് വണ്ടി തന്നെ ഡിറ്റക്ട് ചെയ്ത് ആ സ്ലോട്ട് പറയും, അതിൽ വണ്ടി തന്നെ പാർക്ക് ചെയ്യും. യു ജസ്റ്റ് ഡ്രൈവ് ത്രൂ ദ സ്ലോട്ട്സ്. വണ്ടി ഒരു സ്ലോട്ട് ഡിറ്റക്ട് ചെയ്ത് പറയും, യു ക്യാൻ മാർക്ക് ദാറ്റ് സ്ലോട്ട്, ഇറ്റ് വിൽ പാർക്ക് ദാറ്റ്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം ഇനി എന്നാ വേണം.
ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പം വേറൊരു കാര്യം, നേരത്തെ ഇപ്പം ഞാൻ ഓട്ടോ പാർക്ക് ചെയ്തപ്പോൾ കാണിച്ചു, എനിക്ക് ഡോറ് തുറന്ന് ഹാർഡ്ലി ഇറങ്ങാനേ പറ്റുള്ളൂ. ഇപ്പം അതേ പൊസിഷനിലാണ് ഞാൻ വണ്ടി ഇടാൻ ആഗ്രഹിക്കുന്നത് ഡെയിലി. ഞാൻ വന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഞാനൊരു അവിടെ ഒരു ടൈല് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. എനിക്ക് ഡോറ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് തുറന്ന് ഇറങ്ങാം. നേരത്തെ എനിക്ക് ഫുള്ളായിട്ട് തുറന്നിറങ്ങാവുന്ന രീതിക്കല്ല വണ്ടി ഓട്ടോ പാർക്ക് ചെയ്തത്. റോബോട്ടിക് എന്നല്ല, ഇതൊരു ഫാൻസി ഫീച്ചറാണ്, ബട്ട് ഇറ്റ് ഈസ് യൂസബിൾ. മഹീന്ദ്ര അത് പ്രോപ്പറായിട്ട് എന്നൊരു ട്രെയിനിങ് മാതിരിയും ട്രെയിനിങ് വീഡിയോസുകളും മഹീന്ദ്രയുടെ സൈറ്റിലും യൂട്യൂബ് ചാനലിലും വളരെ കുറവാണ്. ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് കണ്ടുപിടിച്ച് ഇത്രയിലൊക്കെ എത്തിച്ചത്. അപ്പോൾ സേഫ്റ്റി പരമായിട്ട് 7 എയർ ബാഗ് വരുന്നുണ്ട്. NCAP റേറ്റിങ്ങിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഉള്ളത്. എന്തുകൊണ്ടും മച്ച് സേഫറാണ്. അപ്പം അതിനെക്കുറിച്ച്, സേഫ്റ്റിയെക്കുറിച്ച് എന്താണ് പിന്നെ പറയാനുള്ളത്? സേഫ്റ്റിയെക്കുറിച്ച് നമുക്ക് വണ്ടിക്കകത്തിരിക്കുമ്പോഴേ നമുക്ക് ആ സേഫ്റ്റി ഫീൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഒരു ആക്സിഡൻറ്റ് കോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വിൻഡോ ലൈൻ ഒരുപാട് ബിഗ് വിൻഡോസ് ആണെങ്കിലാണ്. ഓക്കെ, വെൻ യു സിറ്റിംഗ് ഇൻസൈഡ് ദ കാർ യു ക്യാൻ ഫീൽ ഇറ്റ്. നമ്മുടെ ഡോസ് നമ്മുടെ ഷോൾഡർ ലെവലിലൊപ്പം ഡോസ് ഉണ്ട്. ഓക്കെ, സൈഡ് ഇമ്പാക്റ്റ് വന്നാലും എന്ത് വന്നാലും വി ആർ സേഫ് എന്നുള്ള സേഫാണ്, വി ക്യാൻ ഫീൽ ഇറ്റ്. ഓക്കെ, നമുക്ക് ഇതൊരു കൂപ്പേ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് പോർഷൻ കുറച്ച് ഇങ്ങനെ കുഴിഞ്ഞും ആ ഒരു ബാക്ക് പോർഷൻ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ കയറി ഇരിക്കേണ്ട ഒരു പോർഷൻ അവരെങ്ങനെ ഇരിക്കണം എന്നുള്ള ആൾക്കാരെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇരിക്കാൻ നല്ല ഹൈറ്റുള്ള ആൾക്കാർക്ക് ശരിക്കും തല ഇടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഫോർ ദാറ്റ് ഇപ്പം ഞാൻ യൂസ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടിയുടെ അടുത്ത് ചെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് യു ഹാവ് ടു സിറ്റ് ഫസ്റ്റ് ദാൻ എൻ്റർ. നമ്മൾ ബാക്ക് സീറ്റിൽ പുറകിലേക്ക് ഇരിക്കുക, തിരിഞ്ഞകത്തോട്ട് കയറുക. ചെറിയൊരു ഇൻകൺവീനിയൻസ് മാതിരി ഇനീഷ്യൽ ഡേയ്സിൽ ഫീൽ ചെയ്തു. ഓക്കെ, ഓക്കെ, ബട്ട് ഇറ്റ്സ് ഓക്കെ, മാനേജബിൾ. ആഫ്റ്റർ സെയിൽസ് ആണ് ഇനി എല്ലാവരും പേടിക്കുന്നൊരു സംഭവം, സർവീസ്. മഹീന്ദ്ര ഈസ് ടേക്കിംഗ് കെയർ എന്ന് തന്നെ പറയാനുള്ളൂ. ഫസ്റ്റ് സർവീസ് എക്സ്പീരിയൻസ് ആണെങ്കിലും വളരെ നല്ലതായിരുന്നു. ഓക്കെ, നന്നായിട്ട് നമ്മളെ ലിസൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാലും വണ്ടിക്കകത്ത് SOS ബട്ടണുണ്ട്. വി ക്യാൻ കോൾ മഹീന്ദ്ര ആൻഡ് ആസ്ക്. ഓക്കെ, അപ്പം ഒരു കോൾ സെൻറ്റർ സപ്പോർട്ടുണ്ട് ഫസ്റ്റ് ലെവലിൽ. ഓക്കെ, നമുക്കൊരു മൊബൈൽ പോലും വേണ്ട, വണ്ടിക്കകത്ത് നിന്ന് തന്നെ കോൾ പ്ലേസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് തിങ്, അവിടെ നിന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്പുകളിൽ സർവീസ് സെൻറ്റേഴ്സ്, നിയർ ബൈ സർവീസ് സെൻറ്റേഴ്സ് യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, ഹൈദരാബാദിൽ ആയിരുന്നപ്പോൾ ഒരു ചാർജർ ലോക്കായി, ഓക്കെ, പുൾ ഔട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പം അതിന് ഫീച്ചറുണ്ട്, വി ഡോണ്ട് നോ. മഹീന്ദ്ര സർവീസ് സപ്പോർട്ടിൽ കോൾ ചെയ്തു. അവർ പറഞ്ഞു തന്നു, നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുനിന്നൊരു സ്ട്രിങ് പുള്ളി ചെയ്താൽ ചാർജർ ലോക്ക് ക്ലിയർ ആവും. അത് ജസ്റ്റ് എ ഗ്ലിഞ്ച്, അത് അങ്ങനെയും ക്ലിയർ ചെയ്യാം. ബട്ടണും ഉണ്ട്. ദെൻ വണ്ടി പവർ ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയറും ആവും. പക്ഷേ ഓൺ എ പാനിക് സിറ്റുവേഷൻ വി നെവർ ന്യൂ ദാറ്റ്. സോ മഹീന്ദ്ര ഈസ് വെരി വെൽ ടേക്കിംഗ് കെയർ ഓഫ് യു. പറഞ്ഞാൽ തീരത്തില്ല, അതുപോലത്തെ ഒരു ഫീച്ചറുള്ളൊരു വണ്ടിയും കൂടെ ആണെന്ന് മനസ്സിലായി. മോർ ദാൻ ദാറ്റ് നമ്മുടെ എന്നാ പറയുന്ന ഒരു ജീപ്പറാണ് അല്ലേ, ഒരു വണ്ടിയുടെ കളികൾ മാക്സിമം കഴിഞ്ഞ ആളാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതിനകത്ത് അതിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ നമ്മൾ അറിഞ്ഞു, അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ അത് ഫീൽ ചെയ്യിപ്പിച്ചു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടി. കാരണം നമുക്ക് വണ്ടിയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ. പക്ഷേ സാറിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല, അതുപോലെ പഠിച്ചാണ് എല്ലാ ടൈപ്പ് ഓഫ് വെഹിക്കിൾസും യൂസ് ചെയ്ത ഒരാളും കൂടെയാണ്. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഇനിയും വേറെ ഒരാൾക്ക് പോലും പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു 31 lakhsന് ഇപ്പോൾ ഈ 3 വണ്ടി നമ്മൾ വെർത്താണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ആദ്യമേ ചോദിച്ച ചോദ്യം ഇതാണ്, ഇത് മഹീന്ദ്ര തന്നെയാണോ? അതെ, അതെ, ഇത് മഹീന്ദ്ര തന്നെയാണോ? അതെ, ഓ സംതിങ് ഔട്ട് ഓഫ് ദി വേൾഡ്. അതെ, ബിക്കോസ് ഇറ്റ്സ് റിഫൈൻഡ് എവറി ഫീച്ചർ ഐ ഫൗണ്ട് ഇൻസൈഡ് ദിസ് കാർ. അത് റിഫൈൻഡ് ടു ഇറ്റ്സ് മാക്സിമം എൻജോയബിലിറ്റി. ഇപ്പം ആകെ ഒരു കുറ്റം പറയാനാണെങ്കിൽ ബാക്ക് സീറ്റ് കംഫോർട്ട് വേണേൽ ഒരു കുറ്റമായിട്ട് പറയാം. പക്ഷേ ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യുന്നത്
കാറിൻ്റെ പർപ്പസിന് യൂസ് ചെയ്യുന്നത്, ട്രാവലിൻ്റെ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. അവിടെ ഫാമിലി കാർ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ലിമിറ്റേഷൻ പറയാം, ബാക്കി എല്ലാ കാര്യത്തിലും സൂപ്പർ, എക്സലൻറ്റ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഇനി സജസ്റ്റ് ചെയ്യുമെന്നൊന്നും ചോദിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെ ഉറപ്പായിട്ടും ഇത് കൂടുതൽ പേർക്ക് സജസ്റ്റ് ഞാൻ ചെയ്യാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച് മനു സാർ. ഇത് ഇത്രയും കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്ര സ്റ്റഡി ചെയ്ത്, അത് അറിവുള്ളവർക്ക് കൂടുതലായിട്ട് അത്രയും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അത്ര സ്റ്റഡി ചെയ്താണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ വേ ഫ്രം കൃഷ്ണച്ചാർ.